ചേച്ചി ഒരു കിലോ അരി തന്നെ ചേച്ചി, ഒരു കിലോ അരി. ആ എന്ത് കാര്യമായിട്ട് വേണ്ടേ? സുരേഖ സുരേഖ ഇല്ല. ആ പവിഴം എടുത്തു. വെള്ള അരി ഏതാ നല്ലത്? ആ മതി മതി എടുത്തോ. പേടിച്ചോടും. ഒന്ന് 2 കിലോ എടുത്തോ. 2 കിലോ ചങ്ങനാശ്ശേരി അരി മേടിക്കാൻ വരുന്നത്. അച്ഛൻ പറ്റാറ് അറിയാം. പിന്നെ എന്താ പറഞ്ഞു കമന്റ് ഇടാറില്ല നന്നായി പറഞ്ഞു. ആരെങ്കിലും വീട്ടിൽ നിന്നുണ്ടോ? ആരും ഒരു കോണ്ടാക്ട് ഒന്നും പിന്നെ മീഡിയം ഫോൺ നമ്പർ ഏതാ? മോനെ കാണിച്ചിട്ടൊന്നുമില്ല. എങ്ങനെ തെറി വിളിക്കാൻ പറ്റും ഇങ്ങനെ? ഇല്ല അല്ലേ? ഇഷ്ടമുണ്ട്. ചങ്ങനാശ്ശേരി ഒന്ന് ആടെ അതുപോലെ ഫേമസ് താരമാ ഉള്ള യൂട്യൂബിലെ പെണ്ണുങ്ങളെല്ലാം തെറി വിളിക്കുക. അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള അങ്ങനത്തെ കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങളെ തെറി വിളിച്ചിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഇവരെ മാസം അന്വേഷിച്ച് വന്ന അവരുടെ വീട്ടിൽ കയറി വരിക. ഒരു പാവം ഒരു പെൺകൊച്ചുണ്ട് അവിടെ. ഒരു മോളുള്ള ഒരു കുറ്റുള്ള ഒരു സ്ത്രീയാണ്. ബാക്കിയുള്ള സ്ത്രീകളെ എല്ലാം തെറി വിളിക്കും. ഈ കേരളത്തിൽ എല്ലാവരും ഇവരെ അറിയാം. ചേട്ടൻ ഇതുവരെ കണ്ടിട്ടില്ല. എത്ര പേര് ഇവരെ കുറിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞിപ്പോ ഇവരെ ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് ഒത്തിരി ആയില്ല, 2 ദിവസമായേ ഉള്ളൂ.
ഇതുപോലെ തെറി പറയുന്ന ഒരു സ്ത്രീ കേരളത്തിൽ ഇല്ല. ഉള്ള കാര്യം പറയാൻ അത്ര അനുഭവിച്ച് 3 വർഷമായിട്ട് ഇവരൊന്നും മാത്രം അന്വേഷിച്ച് നടക്കുന്നത്. ഇവർക്ക് ഈ അപസ്മാരത്തിന്റെ അസുഖം കേട്ടോ. ഇവരതൊക്കെ മുതലെടുത്ത് ഇവർക്ക് അസുഖം കൂടുതൽ വരണം. അതിനുള്ള ഇവരെ കാണിച്ചിട്ടുണ്ട്. എന്തെല്ലാം വൃത്തിയുണ്ട്. നിങ്ങളുടെ വീട് എവിടെയാന്ന് പറഞ്ഞ? കാഞ്ചാർ എവിടെ? നിങ്ങൾക്ക് ആരോ ഉണ്ടെന്ന് പറഞ്ഞ? കാഞ്ചാർ ആരാ ഉള്ളേ? ഇപ്പൊ ആരും ഇല്ല. ഉപ്പറയിൽ ആരെങ്കിലും ഉണ്ടോ? ഉപ്പറയിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ? ഉണ്ടോ? ആണോ? അവര് പറഞ്ഞാണ് ഇതെല്ലാം? അവര് പറഞ്ഞാണ് ഇതെല്ലാം? നാട്ടിൽ ഇപ്പം താമസിക്കുന്നവരാരൊന്നും പറഞ്ഞു തന്നില്ല. എന്നിട്ട് ഇപ്പൊ നാട്ടിൽ താമസിക്കുന്നവരാരൊന്നും പറഞ്ഞു തന്നില്ല. ആ പുതിയ താമസിക്കുന്നവരാരൊന്നും പറഞ്ഞില്ലേ? കേസ് കൊടുത്തു ഓൾറെഡി കേട്ടോ. പിന്നെ കേസ് കൊടുത്തിട്ട് ഇപ്പം കൗണ്ടർ അപ്പൊ അവിടെ പോയി നമ്മൾ ചെയ്തപ്പോ ഇവരെ കണ്ടെത്തി കൊടുക്കണം. കാരണം സൈബർ വഴി ഒത്തിരി പണിയാണ് ഇവരെ എത്തുക എന്നുള്ളത്. നമ്മൾ നേരിട്ട് ഇറങ്ങി ഒരു 1.5 വർഷമായിട്ട് ഇവരെ അന്വേഷിച്ചിട്ടാണ് ഇവരെ കിട്ടിയത്. നമുക്കിപ്പം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങി എൻ്റെ ഭാര്യനെ കുഞ്ഞുങ്ങളെയാണ് ഇവരെയൊക്കെ മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ അത് സക്സസ് ആയിട്ട് ഇവിടെ വന്നു. ഇപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് നിൽക്കുന്നത്. കാരണം അവരെ കണ്ടെത്താൻ പറ്റി. ഇവരെന്നെ പറഞ്ഞതെന്നറിയോ, ഒരു പാവപ്പെട്ട വീട്ടിൽ വന്ന 5 ലക്ഷം രൂപ കൊടുക്കാൻ ഇവരെ എപ്പോഴും ഉണ്ടാക്കി വെക്കുന്നത്. ഞാൻ കണ്ടു ചേച്ചി, ഞാൻ കണ്ട് ചേച്ചിയുടെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ, അതൊന്നും അല്ല. ഒരാളെ അറിയാതെ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല. നമ്മളറിയോ ചേച്ചി നമ്മളെ കണ്ടു ഇപ്പോഴല്ലേ കാണുന്നേ? ആദ്യമായിട്ടല്ലേ കാണുന്നേ? 1.5 വർഷമായിട്ട് എന്തിനാ നമ്മളെ ഇട്ടത് ആവശ്യമില്ലാത്ത പറയുന്നത്? ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി. എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? ആ കത്തി താഴെ വെക്ക്. എന്റെ പൊന്നു, ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ വിരോധിക്കാൻ പറ്റത്തില്ല. എന്ത് കഥയാ പറയാൻ? ഒരു ബാബു ഒരു ചേട്ടൻ കടയിൽ പിടിച്ചു നിർത്തിയേക്കും. 2 ദിവസം അയാൾ കടയിൽ വന്നു. ഞാനടുത്ത് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആളാന്ന് വിചാരിച്ചു. അതും അവിടെ അറിയാവുന്ന, അത്യാവശ്യം അറിയാവുന്ന ഒരു കടയും. കാരണം എവിടെ ചോദിച്ചാലും നല്ല പേരുള്ള ഒരു കടയും. അവിടെ പോയി നിന്ന് ഇനിയിപ്പോ ബാക്കി വേറെ വല്ലതും കേൾക്കേണ്ടത്. അപ്പൊ നമ്മള് അക്കനെ കാണിക്കുമെന്ന് പറഞ്ഞു. അത് നമ്മള് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ധൈര്യമായിട്ട് വന്നിട്ടുണ്ട്. അക്കയുടെ ഫോട്ടോ ഉൾപ്പെടെ വീഡിയോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നത് തന്നെ നമ്മള് തന്നെ. അതെ, ആദ്യം നമുക്ക് കുമാരിയമ്മയാണ് ആദ്യം കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ചാനൽ എടുത്തു തന്നിരുന്നത്. അപ്പൊ പിന്നീടാണ് നമ്മൾ അത് ദീപ്തി ടീച്ചറിന് കൈമാറിയിട്ടുണ്ടായിരുന്നെ. ദീപ്തി ടീച്ചറാണ് ഈ കറക്റ്റ് അഡ്രസ്സ് നമുക്ക് എടുത്തു തന്നെ. പക്ഷെ നമ്മൾ ഇവിടെ വന്ന് നല്ലപോലെ കഷ്ടപ്പെട്ടു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ല പാടായിരുന്നു ഇവിടെ വന്നിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചു. ദൈവം ഉണ്ടെന്ന് പറയുന്നത്. നമ്മളെ കണ്ടപ്പോഴേ പുള്ളിക്കാരുടെ തിരിച്ചിൽ കണ്ടോ, ആ തിരിച്ചിൽ അവരുടെ പേടി ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അവർ പേടിച്ച് പെട്ടെന്ന് തിരിഞ്ഞു. നിങ്ങൾ യൂട്യൂബ്, എന്നിട്ട് തിരിഞ്ഞു വന്നിട്ട് അവർ ചോദിക്കുക, നിങ്ങൾ യൂട്യൂബറല്ലേ, കണ്ടിട്ടില്ലേ, എന്തോ ഒരു കള്ളിയായിട്ടുള്ള സ്ത്രീയാന്ന് നോക്കി. എന്റെ ദൈവം, ഇങ്ങനെ സ്ത്രീകളുണ്ടോ? ഇത്രയും തെറിയും മോശവും, നാട്ടുകാരെ മൊത്തം തെറിയും, സ്ത്രീകളെ എല്ലാ തെറി വിളിച്ചോണ്ടിരുന്ന ഒരു സ്ത്രീ വന്നിട്ട് നിങ്ങൾ യൂട്യൂബറല്ലേ, എന്നെ കൂളായിട്ട് സംസാരിക്കുന്നത്. അതെന്ത് പാട്ട് പാടുന്ന മൂളിക്കൊണ്ട് ഇങ്ങനെ പേടിയാണെന്ന് ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കത്തില്ലേ, അങ്ങനെ കിടന്ന് നടക്കുന്നു. എന്തോ ഒരു സ്ത്രീയാ അവര്. എന്നിട്ട് ബാബു ഒരു ചേട്ടൻ പറഞ്ഞല്ലോ, അപ്പുറത്തെ നമ്മൾ ഈ കട അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കും ആ കടയിൽ അവിടെ പോവാണ്, സാധനം മേടിക്കാൻ പോവാണോ എന്ന് അവർ ഭയങ്കര കാര്യത്തോടെ നല്ല കടയാണ് എന്നും പറഞ്ഞു വിടുക. അവിടുന്ന് നമ്മൾ ചോദിച്ചു. അപ്പൊ നല്ലൊരു കടയിൽ ഒരു ചേട്ടൻ, നല്ലൊരു പാവപ്പെട്ട ഒരു ഒരു ചേട്ടൻ കേട്ടോ. അപ്പൊ എന്തായാലും 2 ദിവസമായിട്ടുള്ളൂ ആ സ്ത്രീ ഇവിടെ കയറിയിട്ട്. ഞാൻ ഓർത്ത് എന്ത് ഇത്ര വെപ്രാളം കാണിക്കുന്ന സാധനം ഒന്നും അറിയത്തില്ല, ഇത്ര നന്നായിട്ടൊന്നും ഓർത്ത്. നല്ല ഇതാണ്. അപ്പൊ നമ്മള് കണ്ടെത്തി, നമ്മളിവിടെ വന്നു. ഇത് നമ്മള് പറക്കോടെന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ രാവിലെ ഇറങ്ങിയാണ്, അതിനൊരു റിസൾട്ട് കിട്ടി. അതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. ഈ രാവിലെ അല്ല ഇറങ്ങിയ, ഞാൻ ഇതിന്റെ പിന്നിലായിട്ട് വർഷങ്ങളായി. അച്ഛൻ ഇങ്ങനെ മുന്നോട്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് മുന്നോടി എടുത്തോണ്ട് ചേട്ടായി കൊണ്ട് ഞാൻ നോക്കിച്ചു. രാഴ്ചേച്ചി വഴി നോക്കാൻ വരെ ഞാൻ പറഞ്ഞു ഇത് ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഇതിനിടയ്ക്ക് വാർഡ് മെമ്പർമാരെ വിളിച്ചു. എത്ര വാർഡ് മെമ്പർ, അവരെല്ലാരും എനിക്ക് സഹായമൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര കാര്യമാവും. എല്ലാരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു വൃത്തികെട്ട സ്ത്രീനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇവരുടെ അഡ്രസ് ആയിരുന്നു വേണ്ടത്. അത് നമുക്ക് കിട്ടി. നമ്മുടെ ഉദ്ദേശം അതായിരുന്നു. പിന്നെ ഇവരെ തല്ലൂന്നൊക്കെ ഞാൻ വീമ്പ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തല്ലണമെന്ന് ആഗ്രഹമുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കയറി കൊടുത്തു പോയ പോലെ നമ്മൾ അവിടെ ചെന്ന് പെടുത്തിയ പോലെ നമ്മളെ പെടുത്തും. പിന്നെ ഒരുപാട് കേസുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് സൈലന്റ് ആയിട്ട് ഉള്ള ദേഷ്യം കടിച്ചമർത്തിങ്ങി ഇറങ്ങി പോന്നു. ആ ഒരു കുഞ്ഞിനെ ഓർത്തിട്ട് കേട്ടോ, ആ ഒരു പെൺകൊച്ചിനെ ഓർക്കുമ്പോൾ നമുക്ക് പാവം തോന്നും. ആ കൊച്ചിനെ മുഖം നോക്കുമ്പോഴത്തേക്കും പാവം ഒരു കുഞ്ഞ്, അതിനെ കാണുമ്പോഴത്തേക്കും നമുക്ക് വിഷമം വരും. അത് ആ സ്ത്രീക്ക് അതിനുള്ള ഒരു കുറ്റബോധം പോലും ഇല്ല. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് പോലും അതിനുള്ള ഒരു കുറ്റബോധം, അല്ലെങ്കിൽ സോറി ഇത്രയും ഞാൻ ചെയ്തു, നിങ്ങൾ ആ ഒരു സാധാരണ ഇത്രയും ക്രൈം ചെയ്ത ഒരാള് ഒരു ക്ഷമാപണമല്ലേ നടത്തണ്ടേ? അല്ലെങ്കിൽ അത് ചെയ്തിട്ടില്ല. അപ്പൊ ഓക്കെ, നമ്മളെ ഇവരെ നമ്മൾ എത്തിക്കും. ഇനിയിപ്പോ ചങ്ങനാശ്ശേരി, നമുക്ക് ചങ്ങനാശ്ശേരി കോടതി കയറുന്നതിന് വലിയ പാടൊന്നുമില്ല. അങ്ങോട്ട് ഇറങ്ങി വെച്ചാൽ മതി. ഇവരെ അവിടെ നമ്മൾ കൊണ്ടുവരും. ഇവരുണ്ടല്ലോ, നമ്മളിപ്പോ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കടയിൽ വന്നവരോടോ ചേട്ടനോടോ ഒക്കെ ഏതാണ്ടൊക്കെ കിടന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇറങ്ങിയപ്പോ നമ്മളെ കുറിച്ച് എന്ത് വേണമെങ്കിലും അനാവശ്യം പറയാമല്ലോ. നമ്മൾ അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ മറിച്ച് അത് പറയുന്ന അവരുടെ മുഖത്തുണ്ട് അത് മുഴുവനും. പറയട്ടെ. അപ്പൊ ഇനിയിപ്പോ അവിടെ കടയിൽ പിടിച്ചു നിക്കണമെങ്കിൽ അത് പറഞ്ഞാലല്ലേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവര് പറയട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി എന്തെങ്കിലും കഴിക്കണം, വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സക്സസ് നമ്മള് ഇവിടെ എത്തി. 1.5 വർഷത്തെ ആ ഒരു യാത്ര നമ്മളിവിടെ എത്തി. വലിയ കാര്യമൊന്നുമല്ല ഇതല്ല, പക്ഷെ അവരെ കണ്ടുപിടിക്കണം. വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു അച്ചീവ്മെന്റിലോട്ട് എത്തിയ ഒരു കാര്യമല്ല. ഏറ്റവും ഒരു ഡിസാസ്റ്ററിനെ നമ്മൾ പോയി കണ്ടെത്തിയതിന്റെ ഒരു സന്തോഷം, അതേ ഉള്ളൂ. ആ ഒരു സന്തോഷം. ഇനി അവരെ കമന്റ് ഇടുന്നതാണ്. അതെ, ഇനി അവരെ കമന്റ് ഇടിയിപ്പിക്കാം, എല്ലാം ഇടിയിപ്പിക്കാം. അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ, അതായത് നമ്പർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും, ഫുൾ അഡ്രസ്സ്, ഇപ്പം എവിടെയാണ് ഹസ്ബൻഡിനുള്ള ജോലിയുള്ള, ആർമിയിൽ എവിടെയാണ്, എന്തുവാന്ന് വരെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് ബാക്കി ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും പോയി ആദ്യം കഴിക്കാം കേട്ടോ. ഇവര് ഒരു പെൺകുട്ടിയെ മാത്രമല്ല പറഞ്ഞേക്കുന്നത്, എല്ലാവരും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്ന ഒരാളാണ് ഇങ്ങനെ. അതാണ് എനിക്ക് ഇത്രയ്ക്കും തിളപ്പ് കേട്ടോ. അതില് കണ്ടിട്ട് ആർക്കും ഇത് തോന്നണ്ട. പിന്നെ റാണിയേക്കാട് ആൾക്കാർ കൈ പിടിച്ചോണ്ട് വരുന്നവര് വരാം കേട്ടോ. കൂടിച്ചേരത് ബിരിയാണിയോ? ബിരിയാണി വേണോ? മിന്നാണി 12 മണിയായിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് നമ്മുടെ യാത്ര ഭയങ്കര മനോഹരമായിരുന്നു. ഇന്ന് ദൈവമുണ്ട്, ഏത് തൂണിലും തിരുമ്പിലുമുണ്ട് എന്ന് പറയുന്ന പോലെ ഇന്ന് അങ്ങനെ അനുഭവിച്ചറിഞ്ഞ ഒരു ദിവസമാണിന്ന്. കാരണം ഒരാളെ നമുക്കൊരു അഡ്രസ്സ് കിട്ടിയാൽ വലിയൊരു ലൊക്കേഷൻ, അത് നമ്മളോർത്ത് ഒരു ചെറിയൊരു സ്ഥലമായിരിക്കുന്നു. പക്ഷേ നമ്മളവിടെ എത്തിപ്പെട്ടപ്പം അത് അത്യാവശ്യം വലിയ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ടൗൺ അല്ലെ ഒരു ഏരിയ. ഇതിനകത്ത് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ നമ്മൾ എങ്ങനെ പോയി കണ്ടെത്തും? ദൈവമേ, കറങ്ങിയെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ നമ്മൾ യാത്ര തുടങ്ങി. ഏകദേശം അങ്ങോട്ട് ഒരു 1.25 മണിക്കൂറത്തെ യാത്ര, 40 കിലോമീറ്റർ മേലുണ്ട്. പന്തളമൊക്കെ കഴിഞ്ഞ് അടൂർ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഹർക്കട്ട്. നമ്മൾ പോയത് കറങ്ങിയാണ് പോയത്. ഏനാത്ത് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിൽ ചെന്നിട്ടാണ് നമ്മൾ ഏഴംകുളം തിരിഞ്ഞു വന്നത്. സത്യം പറഞ്ഞാൽ അത്രയും പോകണ്ടായിരുന്നു. അടൂർ കഴിഞ്ഞിട്ട് പരക്കോട് എന്ന് പറയുന്ന സ്ഥലം വരെ കാണാപ്പാടായി. പരക്കോട് എന്ന് പറഞ്ഞ് കുറച്ചു മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കും എംസൺ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. സിമെന്റിന്റെയും സ്റ്റീലിന്റെ ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ഉള്ള ഒരു ഫ്ലാറ്റ്. അവരുടെ ഫ്ലാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ഥലങ്ങളിലുണ്ട്. ഇത് ജസ്റ്റ് ഇവർക്ക് വേണ്ടി പണ്ടത്തെ ഈ ലേയോ ഒക്കെ പോലെ ഒരു റൂമും അടുക്കളയും ഇതും കിച്ചണും, അങ്ങനെ ബാത്റൂം പുറത്താണ്. ഇല്ലില്ല. പണ്ടുണ്ടായിരുന്ന നല്ല രീതിയിൽ പൊക്കോണ്ട സമയത്ത് അവിടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ക്വാർട്ടേഴ്സ് ഉണ്ടായതായിരുന്നു. അവിടെ ഇപ്പൊ താമസക്കാരൊന്നും ഇല്ല. ഇപ്പൊ അത് റെന്റിൽ കൊടുക്കുവാണ്. അപ്പൊ ഞങ്ങള് രാവിലെ ഇങ്ങനെ യാത്ര തുടങ്ങി. 1.25 മണിക്കൂർ ഏകദേശം എടുത്ത് നമ്മൾ അവിടെ അത്രയും ചെന്നപ്പോഴും നമുക്ക് മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ പ്രതീക്ഷ ഉണ്ട്, എങ്കിലും പ്രതീക്ഷ ഇല്ല. കാരണം ഇത്രയും വലിയൊരു ക്രൗഡിലാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് കറക്റ്റ് പോയിന്റിൽ നമ്മൾ അന്വേഷിച്ചവരെല്ലാം കറക്റ്റ് പോയിന്റുകളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പൊ അതൊരു വലിയ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് തന്നെയാണ്. കാരണം ഓരോ നമ്മൾ വഴി തിരിഞ്ഞു പോയപ്പോഴും നമ്മളെ കറക്റ്റ് ഒരു ഡയറക്ഷനിൽ ദൈവം എത്തിച്ചു. അപ്പോൾ നമ്മൾ അവിടെ ചെന്നതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടി. നമ്മളെ സ്ഥിരം വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു വേട്ട നായയെ നമ്മൾ പോയി കണ്ടുപിടിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞിനെ ഓർത്തിട്ട് ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് ആ ഭാഗം ഇടണമെന്ന് സത്യം പറഞ്ഞു യാതൊരു ആഗ്രഹമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഞാൻ അത് ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം പെറ്റമ്മയെ എനിക്ക് വിശ്വസിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. കാരണം ഞാൻ ചെയ്യാത്തൊരു കുറ്റം
അവിടെ ചെന്ന എൻ്റെ പേരിൽ എൻ്റെ തലയിൽ കെട്ടിവെച്ച് ഇന്ന് അതിൻ്റെ പേരിൽ മാസങ്ങളോളം കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഇവളും. അതും എൻ്റെ കുഞ്ഞിൻ്റെ 68ാമത്തെ ദിവസം അവരെ കാണിക്കാൻ പോയതിൻ്റെ ഒരു സമയം. ആ ഒരു സമയം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒത്തിരി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഫേസ് ചെയ്തല്ല. ഞാൻ അന്നേരം അവിടെ ചിരിച്ച് അമ്പിളിച്ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടന്ന പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ വേറെ രീതിയിലോട്ട്, വേറെ തലങ്ങളിലോട്ട്, എന്നെ വേറെ കോടതിയുടെ വരാന്തയിൽ വരെ എത്തിച്ച്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്തോട്ട് എന്നെ ഞാൻ ഭയങ്കര കള്ളത്തരമാണ് അവിടെ കണ്ടത്. അപ്പം എനിക്ക് ഇന്ന് ഒരാളെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമല്ല. ആ കുഞ്ഞിനെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ. ആ ഒരു ഭാഗം ഇടാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് അത് ഇട്ടേ പറ്റുള്ളൂ. കാരണം നാളെ അവരെന്തോ പറയുന്നതെന്ന് പറയാൻ പറ്റുമല്ലോ. നമ്മളവിടെ കയറി ചെന്ന് ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തെന്ന് വരെ പറഞ്ഞ് കേസ് കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഭാഗം നമ്മൾ കയറി ചെല്ലുന്നതും എല്ലാം കംപ്ലീറ്റ് നമ്മൾ എടുത്തത്. കാരണം വൃത്തികേടിൻ്റെ അങ്ങേ അറ്റം പറയാം ഒരു സ്ത്രീക്ക് പറയാൻ പറ്റും എന്ന്, ഒരാണിനേക്കാളും പറയാൻ പറ്റും എന്ന് തെളിയിച്ച ഒറ്റ ലോകത്ത് നമ്മുടെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ റാണിയക്ക. അവർക്ക് എന്തും പറയാം, എത്ര മോശം പറയാം, അത്രയും വൃത്തികെട്ട ഒരു സ്ത്രീയാണ് ഇവർ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി എനിക്ക് ആ കുഞ്ഞിൻ്റെ കാലെ പിടിച്ച് ഞാൻ മാപ്പ് പറയുന്നു. മോൻ ഒരിക്കലും വിഷമാകല്, മോൻ്റെ ചേട്ടയായിട്ട് തന്നെ പറയണേ. ഞാൻ കൊച്ചിൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ തന്നെയാണ് സംസാരിച്ചത്. എനിക്ക് അതിനെ കണ്ട് സത്യം പറഞ്ഞാൽ പാവം തോന്നി, ഭയങ്കര വിഷമം തോന്നി കേട്ടോ. കാരണം അതൊരു നിസ്സഹായ അവസ്ഥയിലുള്ളൊരു കുഞ്ഞാണ്. അത് എനിക്ക് ഒരു ഭയങ്കര പാവം തോന്നി. എന്തിനാ അവരുടെ ആ ഒരു ഇതിലോട്ട് അവള് അമ്മയുടെ തെറ്റ് തിരുത്താൻ വരെ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. നീ ചെയ്യില്ല എന്ന് പറഞ്ഞു. നമ്മളെ വിചാരിച്ചു ഇവർ ഒതുങ്ങിയിരിക്കുന്നത്. പക്ഷെ കുഞ്ഞ് പറയുന്നോണ്ട് കുറച്ച് ദിവസം കമന്റ് ഇടാതിരുന്നു. അല്ലാത്ത കമന്റ്സ് ഒക്കെ ഇട്ട് പോയി. വീണ്ടും ഇത് തന്നെ തുടർന്നുകൊണ്ട് നിങ്ങൾ എനിക്ക് റാണിയോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ആ കൊച്ചിന്റെ PTക്ക് പോലും ഒരിക്കലും പോയേക്കില്ല. ആ കൊച്ചിന് നാണക്കേടാ സത്യം പറഞ്ഞ. ആ കൊച്ചിന്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ വല്ലവരും അറിഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ആർക്കും അങ്ങനെ ഞാൻ പറയട്ടെ, അല്ല നമ്മുടെ വീഡിയോ ആണെങ്കിലും ഈ കേരളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു കാര്യം. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളും സെലിബ്രിറ്റീസ് ആണ്. ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. പല ആൾക്കാരുമാണ് നമ്മൾ എന്ത് സെലിബ്രിറ്റീസ് ആണെന്ന് പറയും. ഇന്ന് വരെ നമുക്ക് അങ്ങനെ ഒരു തോന്നലേ തോന്നിയിട്ടില്ല. കാരണം നമ്മൾ എന്നും സാധാരണ മനുഷ്യരാണ്. അപ്പും കുഞ്ചും എന്തുമാണ് സാധാരണ മനുഷ്യർ. നമ്മൾ ഒരാൾ തെറി വിളിക്കുമ്പോൾ അത് സാധാരണ മനുഷ്യന് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ സാധാരണപ്പെട്ട രണ്ടുപേരാണ്. എങ്ങനെയൊക്കെ ജീവിതം പടുത്തുയർത്തി വരാമെന്ന് ഓരോ കാര്യങ്ങളും കണ്ട് ഇപ്പം ഞാൻ പറയട്ടെ, ഇന്നിപ്പോൾ ഈ റാണിയക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇവളെന്തുകൊണ്ട് മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ അവർ ജീവിതകാലം ഇത്രയും ഈ 3 വർഷം നമുക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഇതുപോലെ കുറേ സ്ത്രീകളുണ്ട് നമുക്ക് വേണ്ടിയിട്ട് മാത്രം സമയം മാറ്റി വെച്ച് നമ്മളെ തകർത്ത് നമ്മളെ രണ്ടുപേരെ ശവപ്പെട്ടിയിലാക്കി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറേ ഒരു പറ്റം സ്ത്രീകളുണ്ട്. അത് നമുക്ക് വ്യക്തമാണ്. ജാങ്കോ സ്പേസിലാണെങ്കിലും എവിടെയാണെങ്കിലും അതായത് നോക്കിയിരുന്ന ആ സമയം കമന്റ് ഇടാൻ വേണ്ടിയിട്ടും വ്യൂവേഴ്സ് അവർക്ക് കൂട്ടി കൊടുക്കാനും നെഗറ്റീവ്സ് സ്പ്രെഡ് ആക്കാൻ വേണ്ടി കുറേ ഒരു ടീം കൂടിയിട്ട് ആ തെറ്റുകളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം ആ ഒരു വ്യക്തികൾക്ക് വേണ്ടി ഇനി ഞങ്ങൾക്ക് ഒരു ശകലം ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ നല്ല ഉയർച്ചയിൽ പോകുന്ന ഒരു ടൈമാണ് ഇപ്പം. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ പോകുന്ന ഒരു ടൈമാണ്. ഞങ്ങളുടെ പോസിറ്റീവ് ഭയങ്കര ജീവിതത്തിൽ ഏറ്റവും ഹാപ്പി. കുറേ പേര് വന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ഇപ്പം ഫേക്ക് ആയിട്ടാണ് ഹാപ്പിനെസ് കാണിക്കുക. എൻ്റെ 2 കുഞ്ഞുങ്ങളോട് ഒരു 10 മിനിറ്റ് ഞാൻ ഇരുന്നാൽ മതി. എൻ്റെ ഒരു ദിവസം എന്ത് വിഷമങ്ങളോ എന്ത് ടെൻഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ അതെല്ലാം കംപ്ലീറ്റ്ലി മറക്കും. അപ്പം നമ്മൾ ജീവിതത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു നിമിഷങ്ങളാണ്. എല്ലാം നമ്മൾ വന്നിപ്പോൾ വീഡിയോ കാണിക്കാറില്ല. നമ്മളും കുറേ ലിമിറ്റ്സ് വെച്ച് എല്ലാ കാര്യത്തിലും. അപ്പം നമ്മൾ കംപ്ലീറ്റ് ഒരു തുറന്ന പുസ്തകമായി തീർന്നതിൻ്റെ കുറേ ഭവിഷ്യത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു പരിധി വരെ നമ്മൾ മാറ്റിവെച്ച് കുറച്ച് എനിക്ക് മെച്യൂരിറ്റി ഇല്ലെന്ന് എല്ലാവരും പറയാറുണ്ട്. അത് ഞാൻ സ്വയമേ മനസ്സിലാക്കി കുറച്ച് മെച്യൂറായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. കാരണം അങ്ങനെ പോയാലേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും പറയുന്ന പോസിറ്റീവ് വേർഡ്സിലൂടെ എനിക്ക് മനസ്സിലാകുന്നുണ്ടാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. പിന്നെ ഇവർക്ക് വേണ്ടി സമയം കണ്ടെത്തിയത് ഇവർ നമുക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റി വെക്കുന്നു. അപ്പോൾ അവരെ പോയി ഒന്ന് കാണുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ. അപ്പോൾ അതുകൊണ്ട് പോയി കണ്ടു. കറക്റ്റായിട്ട് ഇനിയും വ്യക്തികളെ കാണാനായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 70% 80% പലരുടെയും വിവരങ്ങളും നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ പോവുക തന്നെ, ഇതുപോലെ തന്നെ നമ്മൾ കയറി ചെല്ലുക തന്നെ ചെയ്യും. പല അറ്റാക്കുകളും പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ കയറി ചെല്ലുന്നതും. പക്ഷേ അതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. നമ്മുടെ ലൈഫ് ഇപ്പം എങ്ങനെ പോകുന്നു അതുപോലെ ഒരു പടി മുന്നോട്ട് ഞങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഞങ്ങളുടെ ലൈഫ് എന്താണോ അതിൽ നമ്മൾ ഉറപ്പായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പോകത്തുള്ളൂ. ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കും.
കാരണം ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടുപിടിക്കുക. എത്ര വർഷം കഴിഞ്ഞാലും വിട്ടുകളയുന്ന കാര്യമൊന്നുമല്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ ഇത് നിസ്സാരം കഴിഞ്ഞുല്ലോ എന്നുള്ള. ഇത് ഒരിക്കലും നമ്മൾ അനുഭവിച്ചതിന്റെ പുറകെ പോയി നമ്മൾ നെഗറ്റിവിറ്റി മാത്രം എടുക്കുന്ന ഒരു കാര്യമല്ല. ഞങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവ് ആക്കി ഞങ്ങൾക്ക് മാറ്റണം. ഞങ്ങള് നെഗറ്റിവിറ്റി ഫുള്ള് കംപ്ലീറ്റ് നമുക്ക് തൂത്ത് കഴുകി കളയണം, എങ്കിൽ നമുക്ക് പോസിറ്റിവിറ്റിയിലോട്ട് കംപ്ലീറ്റ്ലി മാറാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളല്ല അതെ പുറത്തും നമ്മളെ കൊണ്ട് ഇത് ഇരിച്ചോണ്ടേയിരിക്കും. അതാണ് ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ടത്. നമുക്ക് പറയാൻ നമ്മളെ ബാധിച്ചരാക്കിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഞാൻ എന്താണോ അതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, അവൾ എന്താണോ അവൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പൊ അതില് നമ്മള് നമുക്ക് ആരെയും ബോധ്യപ്പെടുത്തി ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് ആ വ്യക്തിയെ പോയി കണ്ടെത്തിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി അവരെ ലീഗലായിട്ട് ഏത് രീതിയിലാണെങ്കിലും നമ്മൾ നാളെ തൊട്ട് മൂവ് ആയി തുടങ്ങും. നമ്മൾ ഓൾറെഡി കേസ് അവരുടെ പേരിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അവരുടെ ഫോൺ നമ്പരും അഡ്രസ്സും അവരെവിടെയാണ് താമസിക്കുന്നത്, അവരുടെ ഹസ്ബൻഡ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടണമായിരുന്നു. അത് നമുക്ക് കിട്ടി. ഇനിയിപ്പോ എന്താ അവർക്ക് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അവർക്ക് 1 മാസം 2 മാസം കൂടുമ്പോൾ എന്തുമായാലും കോടതി വരേണ്ടി വരും. എന്തായാലും ഹിയറിംഗിന് 2 കൂട്ടരെ വിളിക്കും. അതിന് നമുക്ക് പോകണം കേട്ടോ, നമുക്ക് ഇങ്ങോട്ട് പോയാൽ മതി. അപ്പം നമുക്ക് പോവാം. നമുക്ക് ഇപ്പൊ കോടതി കയറുന്ന അത്ര ഒരു നാണക്കേടായിട്ടുള്ള അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മളും പോകും. ഇനിയിപ്പോൾ എത്ര പേരാണേലും നമ്മൾ ലീഗലി തന്നെ മൂവ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞു നമുക്ക് ഒരാളെ പോയി തല്ലുക എന്നൊക്കെ വാവുകൊണ്ട് പറയാം, പക്ഷെ നമുക്ക് ഒരിക്കലും അത് പ്രാക്ടിക്കൽ ഒരു സ്ത്രീയെ പോയി ചെയ്യാൻ പറ്റില്ല. അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ കൈക്ക് 140 കിലോ ഉണ്ട്, എന്നെ എടുത്ത് നിലത്തലക്കും എന്നൊക്കെ വന്ന് കമന്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത്രയും തന്നെ വെയിറ്റ് ഒക്കെ വണ്ണമൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക്. അപ്പോൾ ഇത്തിരി തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീയാണ്. തൊലിക്കെട്ടി ഭയങ്കരമാണ്. അവരവിടെ ചെന്നിട്ട് ആദ്യം ഭയങ്കര ഒരു പതറിച്ച ഭൂമി വന്നു, ഭൂതകൾ വന്നു എന്നുള്ള ഒരു എക്സ്പ്രഷൻ, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം അവര് അതായിരുന്നു. അതിനുശേഷം അവര് പയ്യെ പിടിച്ചു നിൽക്കാനായിട്ട് പല ആ ഒരു സംഭവങ്ങള് നമ്മള് ലൈവായിട്ടെല്ലാം കണ്ടു. പാവ ഒരു ചേട്ടൻ, ആ കടയിലെ ഒരു ചേട്ടൻ, പാവ ഒരു കുറിച്ചൊന്നും അറിയില്ല. 2 ദിവസം മാത്രമേ ഉള്ളൂ. ഈവൻ ആ നാട്ടുകാർക്ക് ഇവരെ കുറിച്ച് ഒന്നും അറിയില്ല. ഇവര് വന്ന് വാടകയ്ക്ക് ഇവിടെ താമസിക്കും. അല്ല നിസ്സാരം, നമ്മളെ മാത്രമല്ല എത്ര യൂട്യൂബേഴ്സിനെ എല്ലാവരും, ജയറാമിന്റെ മോളെ പോലും ഇവര് വൃത്തികേട് പറഞ്ഞിട്ടുണ്ട്, മരുമോളെ പോലെ വൃത്തികേട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എത്ര പേര്, എല്ലാവരും ഇവര് കാണുന്ന എല്ലാവരും വൃത്തികെട്ട സ്ത്രീകളാണ്. ലോകത്ത് അവര് മാത്രമേ നല്ലതായിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടെത്തി. ഇതിനകത്ത് ഒട്ടും പുറകോട്ട് പോകാതെ ഇവള് നിന്നു. ആ കൂട്ടത്തിൽ അവൾക്ക് സപ്പോർട്ടായിട്ട് ഞാനും നിന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവളെയും കുഞ്ഞുങ്ങളെയും പറയുന്ന ആരാണേലും എനിക്ക് അവരെ ഫേസ് ചെയ്യും, ഏത് രീതിയിലാണെങ്കിലും ഞാൻ ഫേസ് ചെയ്യും. അത് എൻ്റെ കർത്തവ്യമാണ്. അതിനകത്തുനിന്ന് ഒരടി പുറകോട്ടില്ല. അപ്പം നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മോശമിടുന്നവരെ, ഇല്ലാത്തത് പറയുന്നവരെ, മനസ്സിലായോ? അല്ലാതെ ഒരു നെഗറ്റീവ് വന്നിട്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ 2 തെറി വിളിച്ചെന്ന് പറഞ്ഞോ, അല്ലാതെ ഇപ്പോൾ കുറച്ച് നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് നല്ലത് ചൂണ്ടിക്കാണിച്ച് ഒരു നെഗറ്റീവ് ഇടുന്നവരെ നമുക്ക് മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ചില നല്ലതും കാണുന്നുണ്ട്, അല്ലാതെ നെഗറ്റീവും കാണുന്നുണ്ട്, എല്ലാം അല്ലേ. ചിലർ നമ്മുടെ നന്മ മാത്രം ആഗ്രഹിച്ചിട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. നമ്മളെ ഇങ്ങനെ ആയാൽ ശരിയാവത്തില്ല, നേരത്തെ എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് അത് മതി എന്ന് പറയുന്നത് ഓക്കെയാണ്. അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അല്ലാതെ പറയുന്നത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇല്ല, ഇത് ജസ്റ്റ് ഒരു നെഗറ്റീവ് ഇട്ട ഒരാളല്ല, 3 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇവളെ പറയാവുന്നതിന്റെ അപ്പുറം പറഞ്ഞ് വ്യഭിചരിച്ച് നടക്കുന്നവരെന്ന് വരെ പറഞ്ഞ് ഇവളെ മാത്രമല്ല എല്ലാ സ്ത്രീകളെയും അവർ അത് തന്നെയാണ് മീൻ ചെയ്യുന്നത്. അപ്പം പലരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് ഇവർക്ക്. എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ട് ഇവർക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. അതെല്ലാം നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതവർ തുടരട്ടെ. അതെന്തായാലും ഈ കേസിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും തെളിയും, എല്ലാവരെയും കാണും, തെളിയും. അപ്പം മുന്നോട്ട് ഇങ്ങനെ തന്നെ പോട്ടെ. അപ്പം ആ കുഞ്ഞിന്റെ അടുത്ത്, ആ കുഞ്ഞു മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഞങ്ങള് അവര് തന്നെ പറയട്ടെ. എന്നെ മോശം പറയുക, അവിടെ നല്ല കമന്റ് ഇടുക, അതിന്റെ ഒരു സ്നേഹബന്ധം എന്നുള്ള അവരെ തന്നെ തുറന്നു പറയട്ടെ. നമ്മൾ ഒരാളുടെ മേലെ ആരോപിക്കുന്നതിന് കാര്യമില്ല. അവരെ തന്നെ ഉള്ളതോ ഇല്ലതൊന്നും അതെല്ലാം കോടതി വഴി തന്നെ നടക്കട്ടെ കാര്യങ്ങളെല്ലാം. അപ്പൊ ആ കുഞ്ഞു മനസ്സിന്റെ അടുത്ത് ചേട്ടന്റെ വക
വലിയൊരു സോറി. കുഞ്ഞ് അവിടെ ഉണ്ടെന്ന് അറിയണം, നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് സത്യമായിട്ടും പോയത് കേട്ടോ. ആ കുഞ്ഞാണെന്ന് അറിയുവാണ്. നമ്മളതിനെ കണ്ട് നമ്മളെടുത്ത് ഒരാൾ നമ്മളെടുത്ത് പെരുമാറുന്ന പോലെയാണ് നമ്മൾ പെരുമാറുന്നത്. ആ കൊച്ചു അതിന്റെ അതിന്റെ മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാതെയാണ് അത് നമ്മളോട് സംസാരിച്ചും പെരുമാറി. ആ സ്ത്രീയോട് ഒരു കാര്യം പറയാനുള്ളൂ, നമ്മളോടുള്ള ദേഷ്യത്തിന് ആ കൊച്ചിനെ നിങ്ങൾ ഉപദ്രവിച്ചേക്കില്ല. നമ്മൾ അറിഞ്ഞ കാര്യമാണ് ആ കൊച്ചിനെ നിങ്ങളിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. കുഞ്ഞിനെ എന്തോ ഇതിന് ചൊല്ലി കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ട് കൊണ്ട് പണ്ടെന്നൊക്കെ ഇത് നേരിട്ട് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്. നമ്മൾ ആ കുഞ്ഞിനെയാണ് ആദ്യം കണ്ടത്, അതിന്റെ പേരിൽ ആ കുഞ്ഞിനെ ഉപദ്രവിക്കല്. ആ കുഞ്ഞ് ഒരു കളങ്കമില്ലാത്ത ഒരു കുഞ്ഞാണ്, അതുകൊണ്ടാണ് അവളെല്ലാം തുറന്ന് പറയുന്നത്, വെട്ടി തുറന്ന് പറയുന്നത്. കാരണം പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണല്ലോ, കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നതിന് കുഞ്ഞുങ്ങൾ മറുപടി പറയുന്നു. അപ്പൊ അതേ ഉള്ളൂ, അത് അറിയത്തില്ല. അപ്പൊ അത് അത്രയായി അറിയത്തുള്ളൂ എന്റെ ദൈവമായി. അപ്പം പാവം കുഞ്ഞ് നല്ലൊരു ജീവിതം അതിന് കിട്ടട്ടെ, അതേ പ്രാർത്ഥിക്കാനായിട്ടുള്ളൂ. അപ്പം എന്തായാലും ഒരു സന്തോഷ ദിവസമായിരുന്നു. 2 പാമ്പിനെ പിടിച്ച ദിവസമാണ്. ഒന്ന് ഒരു പാവം പാമ്പ് എൻ്റെ കൈക്കകത്ത്, ഒന്ന് നല്ല വിഷം നിറഞ്ഞ ഒരു മൂർഖം പാമ്പിനെ നമ്മൾ അവസാനം പോയി പിടിച്ചു. അപ്പൊ അതിന്റെ പത്തിയൊക്കെ താന്നു. ഇനിയിപ്പോ പത്തി പൊങ്ങി വരും, എന്തായാലും ഉറപ്പായിട്ടും പൊക്കും. അപ്പം എന്തായാലും അത് ബാക്കി ഇങ്ങനെ കുറച്ചു പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ട് അത് അംഗീകരിക്കാതെ ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്ത് നമ്മളൊരു മനുഷ്യരായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തെറ്റ് പറ്റിയെന്ന് മനസ്സിലായ, ഞാനൊരു 10 സോറി ആണെങ്കിലും ഇവളുടെ അടുത്താണെങ്കിലും ഇവൾ എൻ്റെ അടുത്താണെങ്കിലും, ഞാൻ കണ്ട മനുഷ്യരെല്ലാം അങ്ങനെയാണ്. പക്ഷെ ചിലവര് ആ ഒരു തെറ്റ് ചെയ്താലും അതിന്റെ മേളിൽ അടുത്ത തെറ്റെടുത്ത് വെക്കുക, പിന്നെയും തെറ്റെടുത്ത് വെക്കുക. ഒരിക്കലും അവർ അംഗീകരിക്കത്തില്ല, സ്വന്തം തെറ്റൊരിക്കലും അംഗീകരിക്കാനോ ഒരു സോറി പറയാനോ അവർ തയ്യാറാവത്തില്ല. അവിടെ പ്രശ്നങ്ങൾ ഭയങ്കര രൂക്ഷമാക്കി പോകും. ഇതും അങ്ങനെ തന്നെ പോകും. സോറി പോട്ടെ, അത് സ്വയമേ പശ്ചാത്തപിച്ച് ദൈവത്തോടെങ്കിലും വിളിച്ച് പറഞ്ഞ് പിന്നീട് അവരെ ഉപദ്രവിക്കാൻ പോകാതിരിക്കുന്നത്. ഈ വളഞ്ഞ വഴിയെ ഇരുന്ന് അങ്ങോട്ടങ്ങ് ഇത് ചെയ്യുക ചെയ്യുന്നത്. അതെ. അപ്പം പിന്നെ എനിക്ക് ഇവരോട് നേരിട്ട് ചോദിക്കാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇവർക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അപ്പനെ അറിയത്തില്ല. എൻ്റെ മരിച്ചുപോയ അപ്പൻ ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ സ്ത്രീയുടെ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഭയങ്കര വൃത്തികേടുകളൊക്കെയാണ് എൻ്റെ അപ്പനെ കുറിച്ച് പറഞ്ഞിരുന്നത്. എല്ലാം അറിയാം. ഇതെല്ലാം ഇവരെങ്ങനെ അറിഞ്ഞു? ഇവര് നമ്മൾ ചോദിച്ചല്ലോ കഞ്ചാറി ആരെല്ലാം ഉണ്ടെന്ന്, അവർക്ക് ആരുമില്ല. ഉപ്പാറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, കുറച്ച് ഫ്രണ്ട്സ്. അപ്പൊ കുറച്ച് പേരുണ്ട്, അടുത്ത ബന്ധങ്ങളുണ്ട്. അപ്പൊ അവര് മുഖാന്തരം എല്ലാ കാര്യങ്ങളും A to Z എന്നെ ഇപ്പം തകർത്താൻ പറ്റുന്ന കുറച്ച് വഴികൾ എന്നാന്ന് വെച്ചാൽ, അപ്പം എൻ്റെ അപ്പനെ കുറച്ച് അങ്ങ് പറയുക, അല്ലാതെ ഇവിടുത്തെ കുറച്ച് പേര് അങ്ങ് പറയുക, ചാച്ചനെ വെല്ലുമച്ചയൊക്കെ പറയുക, ഇവളെ കുറച്ച് അങ്ങോട്ട് പറയുക, ഇവിടെ ഉള്ളവരെ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പറയുക. അപ്പം നമുക്ക് വിഷമം ഉണ്ടാകും, നമ്മൾ റിയാക്ട് ചെയ്യും, നമുക്ക് ഇതാവും. അപ്പം എന്തൊക്കെ ഗെയിംസ് ആണ് ഇതിനിടയ്ക്ക് കൂടെ, എന്തൊക്കെ കളികളാണ് നടക്കുന്നത് അറിയും. ഇവര് ഇടയ്ക്ക് ഇവരിൽ നിന്ന് ഇതെല്ലാം തെളിയട്ടെ. അപ്പം കുറെ പേര് ഇവരെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ഇതാണ് ആ വ്യക്തി. ഇവരൊരിക്കലും തിരുത്താനോ ഒന്നും പോകുന്നില്ല. തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഒരു ചേച്ചി മറ്റേ SR Vlogs എന്ന് പറഞ്ഞ ചേച്ചിയുടെ ആ ചേച്ചി ഒത്തിരി ഈ പെണ്ണ് കാണാൻ, കാരണം നമ്മൾ ഉൾപ്പെടെ വീഡിയോ ഇടുമ്പോഴും ആ ചേച്ചിക്കായിരുന്നു ഒത്തിരി പേര് നെഗറ്റീവ് ആയിട്ട് പോയത്. ആ ചേച്ചിയോട് ആ ചേച്ചി ഒരു ഇതിലും ഇല്ല. SR Vlogs എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അതൊരു ചേച്ചി, ഒന്നും അറിയാത്തൊരു ചേച്ചിയാണ്. ഈ റാണി പി സദാശിവന്റെ SR Vlogs സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. അവര് വീഡിയോ ഇടുന്ന ചാനലിൽ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. പിന്നെ നമ്മൾ സെർച്ച് ചെയ്ത് എങ്ങനെയോ സെർച്ച് ചെയ്ത് കുമാരിമിക്ക് ലിങ്ക് കിട്ടിയാണ്, അങ്ങനെയാണ് നമുക്ക് അത് ഷെയർ ചെയ്ത് തന്നെ. പക്ഷെ ഞാൻ സെർച്ച് ചെയ്യുമ്പോഴും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് അവര് നോക്കിയിട്ടും കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഇതെല്ലാം ഒരു എല്ലാത്തിനും ഒരു തീരുമാനം ഇപ്പൊ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാനി സ്റ്റേജിലെ ചേച്ചി അവരെയൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. കുഞ്ഞിനെയും ചേച്ചിനെയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദീപ്തി ചേച്ചിയുടെ നാത്തുവിനെ, കൊച്ചിന് വൈകല്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഡോറ ചേച്ചിയുടെ കുഞ്ഞിന് ആ ചേച്ചിക്ക് ഉണ്ടായ വൈകല്യം തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ സ്ത്രീ. കാരണം ഇവര് ലോക സുന്ദരിയാണല്ലോ, അതുകൊണ്ട് അവർക്ക് ബാക്കിയുള്ളവരെല്ലാം ക്രിറ്റിസൈസ് ചെയ്യാം. ഇവളെന്നാ പറയുന്നത്, ഇവളെന്തെന്നു ഇന്നലെ എന്ത് കിട്ടുന്നറിയോ, ഉണങ്ങിയ കൊഞ്ച്. അല്ല, ഇന്നലെ ഉണങ്ങിയ കൊഞ്ചെന്നും പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഞങ്ങൾ ചെല്ലുന്നതിന് 1 മണിക്കൂർ മുമ്പ് വേറൊരു ചാനലിൽ പോയി ഹേർട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയില്ല. എത്തുന്നതിന് മുന്നേ അപ്പുറത്ത് കിട്ടും. അപ്പൊ അതാ പറഞ്ഞ ആരെയും പേടിയില്ലെന്ന് പറഞ്ഞു. അതെ, അവിടെയും
മറ്റേ സ്നേഹം, ഫാൻസ് സ്നേഹം. അതെ അതെ. അപ്പൊ നമ്മള് എത്തേണ്ടടുത്ത് എന്തായാലും എത്തും. ലീഗലായിട്ട് പോകേണ്ടടുത്ത് എന്തായാലും ലീഗലായിട്ട് പോവും. എന്തായാലും ചെയ്ത് കാണിക്കും. പിന്നെ വേറൊരു കാര്യം ഞാൻ എനിക്ക് പറയാനായിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുഖത്തിന്റെ ഭാവങ്ങൾ കണ്ട് സഹിക്കാത്ത പെണ്ണുങ്ങളുടെ അടുത്താണ് പറയാനായിട്ടുള്ളത്. ഞാനൊരു മനുഷ്യശ്രീയാണ്. എൻ്റെ മുഖത്ത് ഭാവങ്ങൾ വരും, പല ഭാവങ്ങൾ മിന്നിമറിയും. ദേഷ്യമാണെങ്കിൽ ദേഷ്യം വരും, ചിരിച്ചിരിക്കേണ്ട അടുത്ത് ചിരിച്ച് സംസാരിക്കും. അത് കണ്ട് ആരും വിഷമിക്കേണ്ട. എൻ്റെ ഫേസ് ഇട്ട് നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കി ജീവിക്കാം കേട്ടോ, എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ ഇപ്പം ഞാൻ എങ്ങനെ ഫേസ് വെക്കുന്ന, എൻ്റെ ഫേസ് അങ്ങനെ വെക്കുന്നത്, എനിക്ക് ദേഷ്യം വന്നാൽ ദേഷ്യം വരത്തുള്ള ഫേസ്. നിങ്ങളെപ്പോലെ ഇങ്ങനെ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ അഭിനയിച്ച് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ. കാരണം ഞാനായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം റിയലായിട്ട് നിൽക്കുക, റിയലായിട്ട് ജീവിക്കുക. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി പോകുന്നു, നമ്മുടെ സന്തോഷങ്ങൾ നോക്കി. ഇന്ന് ശനിയാഴ്ചയായിരുന്നു, ആമിക്ക് പഠിത്തം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ആമിയും കൊണ്ട് പോയത് കേട്ടോ. കാരണം രണ്ടുപേരും ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ പറ്റില്ല, രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ടിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആമിയും കൊണ്ട് പോയത്. ആമിയും കൊണ്ട് പോയത് നന്നായി. ഇനി വേറെ നന്നായി. കാരണം ആ കുഞ്ഞ് എന്തായാലും ഇനി കള്ളം പറയില്ല, അതെനിക്ക് 100%. അവരുടെ മോളായിക്കോട്ടെ എന്താണെങ്കിലും ഒരു നല്ല മനസ്സിനുടമയാണ് കൊച്ച്. എന്തായാലും കള്ളം അവർ പറയുന്ന പോലെ കടന്ന് പറയില്ല, അതുള്ള പോലെ പറയാം. അവരിപ്പം ഇനി എന്തൊക്കെ ആരോപിച്ചാലും ആരോപണങ്ങളൊക്കെ വരട്ടെ, ഉറപ്പായിട്ടും വരും. ഇപ്പൊ അവരാരോപിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ഇടുന്ന ഈ വീഡിയോയുടെ ആരോപണമായിട്ട് വരാൻ വേറെ 100 ആൾക്കാർ, അവർക്കും സപ്പോർട്ടായിട്ട് ആൾക്കാരുണ്ടല്ലോ, ഉറപ്പായിട്ടുണ്ടല്ലോ കുറെ പേര്. അപ്പം എന്തായാലും എല്ലാവർക്കും ടാറ്റ കേട്ടോ. കാരണം ഇനിയിപ്പോൾ കിടന്നുറങ്ങണം. നല്ല ഡ്രൈവ് ഉണ്ടായിരുന്നു. അങ്ങോട്ടൊരു 1.25 മണിക്കൂർ, ഇങ്ങോട്ടൊരു മൊത്തം ഒരു 4 മണിക്കൂറത്തെ യാത്രയുണ്ടായിരുന്നു. 2 മണിക്കൂർ അവരെ കണ്ടെത്താനായിട്ടൊരു സമയം. മൊത്തം ഒരു 6 മണിക്കൂറത്തെ ഒരു ജേണി ആയിരുന്നു ഇന്ന്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ കൊണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. ടാറ്റ, നാളെ കാണാം. ഇന്ന് ഇവിടെ കൊണ്ട് പോയാൽ നാളെ തിരിച്ചു വരുവേ. ടാറ്റ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ കേട്ടോ.